വിഴിഞ്ഞം കമ്മീഷനിംഗ് പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകാൻ കാരണം ഉമ്മൻചാണ്ടിയുടെയും അന്നത്തെ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. അത് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. വല്ലവരും ചെയ്യുന്നതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി. 4ാമത്തെ വാർഷികവും വിഴിഞ്ഞ ഉദ്ഘാടനവും 2 പരിപാടിയാണ്. വിഴിഞ്ഞത്ത് നടക്കുന്നത് കടൽക്കൊള്ള എന്ന് പറഞ്ഞവരാണ് CPIM. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ഒന്നും ചെയ്തിട്ടില്ല. വാർഷികം സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ചാണ് നടത്തുന്നത്. എന്റെ കേരളം പരിപാടിക്ക് 15 കോടിയുടെ ഹോർഡിംഗ് ആണ് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ചുവന്ന ടീഷർട്ട് കൊടുക്കുകയാണ്. ലഹരി വിരുദ്ധ പരിപാടിയും മാർക്സിസ്റ്റ് വൽക്കരിക്കുകയാണോ? നാണമുണ്ടോ സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം അപകടത്തിലാവുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോകബാങ്കിന്റെ 140 കോടി രൂപ വകമാറ്റി ഉപേക്ഷിച്ചിരിക്കുകയാണ്. പണമില്ലാത്തത് കൊണ്ടാണ് പണമില്ലാത്ത ഈ സർക്കാർ 100 കോടി രൂപയിലധികം ചിലവാക്കി വാർഷികാഘോഷം നടത്തുന്നത്. ഈ വാർഷികാഘോഷം ജനങ്ങളുടെ പണമെടുത്ത് നടത്തുന്ന ആർഭാടമാണ്. ഈ 4ാം വാർഷികത്തിൽ അഭിമാനിക്കുന്ന ഒന്നും സർക്കാരിനില്ല. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ 15 കോടിയുടെ ഹോർഡിംഗ് വെച്ചിരിക്കുകയാണ്. നാണംകെട്ട സർക്കാരാണിത്. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് കൊടുക്കാൻ പോലും പണമില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു.